അത് നമ്മുടെ ഗുരുജിയാ. ആണോ? ഒരു ബോട്ടിൽ വിസ്കി, ഒരു ബോട്ടിൽ ബ്രാൻഡി ഒന്നിച്ചടിച്ചാൽ വെക്കൊല്ലോ വാള്. തുടക്കത്തിൽ ഞാൻ നേരെ നിൽക്കും, പിന്നെ മൂക്കും കുത്തി വീഴും. ഗുരുജി, കാഴ്ചക്ക് ഇവളാണ് നല്ല ഗ്ലാമറാ, പക്ഷെ ശബ്ദമാണെങ്കിൽ മരയോന്തിൻ്റെത്. വരുന്നു. യെസ് ബേബേ. ഗുരു, ഞാനാ വിളിച്ചത്. എടാ പാഷാണത്തെ ക്രിമി, നീയായിരുന്നു. എന്ത് പറയാനുണ്ടെങ്കിൽ അകത്തേക്ക് അവളെയും കൂട്ടിക്കോടാ. കൂട്ടടാ, എന്തൊരു ഫിഗറാ ഇവള്. നീ കൂടെ മാറുന്നടാ. ഗുരു, നന്നായി നോക്കണേ. കാണാൻ മാത്രം ഒന്നും ഇല്ലല്ലോടാ. എന്താടാ, ഗുരുവിന് വേണ്ടി പെണ്ണ് കണ്ടാണോ? അയ്യോ ഗുരു, തുളസി എന്റെ ഫ്രണ്ടാ. അടുത്ത വീട്ടില് ജോലി ചെയ്യുന്നതാ. കുറച്ച് ലൂസാ. നിന്റെ ഫ്രണ്ടല്ലേ, അതെങ്ങനെ വരൂ? ഗുരു, ഒരു സിൻഡ്രല്ല ഡ്രസ്സിനോട് ഇവൾക്ക് ആഗ്രഹം. അതിന് വളരെ വില കൂടുതലാ. അതുകൊണ്ടാ ഈ വിഷമം. ഞാനുള്ളപ്പോ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ കാണാത്ത സിൻഡ്രല്ല ഡ്രസ്സാണോടാ. എത്ര വലിയ ഡിസൈനറാ. ലുക്ക് ആൻഡ് സീ. ജാക്കി ചാന്റെ പടങ്ങളിലെ ഡ്രസ് വരെ ഞാനാ ഡിസൈൻ ചെയ്യുന്നത്. ലുക്ക് ആൻഡ് സീ. ഏഞ്ചലീന ജോളി. റോബോ എന്ന് വെച്ചാൽ അവൾക്ക് ജോളിയാ. ഇങ്ങോട്ട് നോക്ക്. ദീപിക പതുക്കോൺ. അവളുടെ ഡ്രസ്സ് നേരെയാക്കി കൊടുത്തത് ഞാനാ. അങ്ങോട്ട് നോക്ക്. ഐശ്വര്യ റായ്. അവൾക്ക് ഞാനാണ് ടൈ ബോയ്. അതേതാ മുള്ളമ്പന്നി? അത് മുള്ളംപന്നി അല്ലടാ, പ്രിയങ്ക ചോപ്രയാ. ദിവസം ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക. അത്രയും വലിയ ഡിസൈനർ. ആഫ്റ്റർ ഓൾ ഒരു ചെറിയ സിൻഡ്രല്ല വലിയ കാര്യ. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നോക്കിയും കണ്ടൊക്കെ ഒന്നും ചെയ്തു കൊടുക്കൂ ഗുരുജി. നോക്കിയും കണ്ട് നന്നായിട്ട് ചെയ്തു കൊടുത്തേക്കാം. എമൗണ്ട് എത്രയാ നീ പറഞ്ഞത്? 500 രൂപ പറയട്ടെ. 200 രൂപ പറഞ്ഞു. പാവം തുളസി ആഗ്രഹിച്ചു പോയി. 700 വാങ്ങിച്ചോ? 700 രൂപയോ? നമ്മുടെ കടയിൽ ടോപ്പ് റേറ്റ് 350 രൂപയാ. ഇവനുമായിട്ട് കൂട്ടുകൂടിയതിന്റെ പ്രയോജനം ഇപ്പോഴാണ് ഉണ്ടായത്. എങ്ങനെയെങ്കിലും ഇവിടെ കറക്കിയെടുക്കണം. അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ 1000 രൂപ തന്നേക്കാം. തയ്ച്ചു തരണം. 1000 രൂപയോ? തുളസി, പെട്ടെന്ന് വെള്ളത്തിലിട്ട് തളിക്കടാ. ഞാൻ അടിക്കും മോളെ, നന്നായിട്ട് അടിക്കും മോളെ. താഴേന്ന് മോള് വരെ അടിക്കും മോളെ. ഡ്രസ്സിന്റെ കാര്യമാ പറഞ്ഞത്. അത് പോട്ടടാ, ഇത്ര വലിയ വലിയ ആൾക്കാർക്ക് ഡ്രസ്സ് തയ്ച്ചതല്ലേ, സൂപ്പറായിട്ട് തയ്ച്ചു തരുമായിരിക്കും. അളവെടുക്കുന്നില്ലേ? അതൊന്നും കണ്ണുകൊണ്ട് സ്കാൻ ചെയ്യും. കാരണം ഗുരു റോബോട്ടല്ലേ. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഞാൻ. അല്ലാതെ പിന്നെ ഇത്രയും സുന്ദരി ഒരു പെങ്കൊച്ചല്ലേ, അപ്പൊ നന്നായിട്ട് തയ്ച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ട് അളവെടുത്ത് തയ്ച്ചെങ്കിലേ ഡ്രസ്സ് നന്നായിട്ട് ഫിറ്റ് ആവൂ. എന്തേ ഇപ്പൊ ഞാൻ അളവെടുക്കുന്ന നീ കണ്ടോ? കയ്യിന്ന് കാണിച്ചേ. വെറുതെ എടുത്ത് ഇങ്ങോട്ട് വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല വീണ പോലെ ഉണ്ട്. ഒന്ന് വായിക്കാൻ തോന്നുന്നു. 47. എന്താ മോളെ ഇത് മൊത്തത്തിൽ ചുരുങ്ങിപ്പോയല്ലോ. ഫുൾ ഡയറ്റ് ആണോ? 35. എന്തൊരു കഴുത്തായത്. 27. പൊക്കി കാണിക്കോളെ. കാലിങ്ങോട്ട് വെക്കുമോളെ, മേലേക്ക് എടുത്തല്ലേ. വാഴപ്പിണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടതുപോലെ ഉണ്ട്. പഴങ്ങഞ്ഞി ഉണ്ടായിരുന്നു, കുഴച്ചടിക്കായിരുന്നു. എന്താ കളറ്? എന്തൊരു ചോദ്യം മോളെ ഇത്. ടോപ്പ് മാത്രം നന്നായി മതിയോ? ബോട്ടം കൂടി ശരിക്കും ഫിറ്റ് ആവണ്ടേ? അതുകൊണ്ടാണ് ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് അളവെടുക്കുന്നത്. ചുമ്മാ ഇടയ്ക്കേറും ചോദിച്ച് കൺഫ്യൂഷൻ ആക്കാതെ ഉണ്ടായിരിക്കും. ആ കാലം കൊണ്ട് വെച്ചേ. എന്തൊരു കാലം ഇത്. തടവിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇനി അടുത്ത തുടയിൽ വെക്കാം. ഗുരു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായിക്കോളൂടാ. നീ പൊയ്ക്കോടാ, കൊച്ചിവിടെ നിൽക്കട്ടെ. പൊക്കോടാ, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. ഡ്രസ് തയ്ച്ചിട്ട് വിടാമല്ലോ എന്ന് കരുതിയിട്ടാ. അവള് സമ്മതിച്ചടാ. തുളസി, അയാളെ വിശ്വസിക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. കുറച്ചു നേരം ഒന്ന് എൻജോയ് ചെയ്ത് വരികയായിരുന്നു. എല്ലാം കുളവാക്കിയ പാഷാണത്തെ ക്രിമി വിഷം വെച്ച് കൊല്ലും ഞാൻ അവനെ. നാളെ നീ വരുമല്ലോ, അപ്പൊ ഞാൻ അടിച്ചു മാറ്റിക്കോളാം ഈ എമൗണ്ട്. എടാ, ടൈലർ നന്നായിട്ട് തയ്ച്ചിട്ടുണ്ടാവോ? തുളസി, അയാൾ ടൈലർ അല്ല, ഡിസൈനറാ. ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ട് തുന്നും. ഓക്കെ? അതെ, രാത്രി ആ ഡ്രസ് ഇട്ട് ആകാശത്തിൽ പറന്നു ഞാൻ. ഉറക്കം വന്നേ ഇല്ല. എപ്പോഴും ആ വിചാരം തന്നെയായിരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നീ ആ ഡ്രസ് ഇടുന്നു, സിൻഡ്രല്ലായിട്ട് മാറുന്നു. താങ്ക്സ് ഡാ. ഡ്രസ് വാങ്ങിയതിന് ശേഷം നിനക്കൊരു കപ്പ് ഐസ്ക്രീം വാങ്ങിത്തരാം. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ എന്റെ അമ്മ അറിയാൻ പാടില്ല. പ്രോമിസ്? പ്രോമിസ്. ഒന്ന് മാറ്. ഡ്രസ് തയ്ക്കാൻ വന്നിട്ട് ഇയാൾ എന്തീ കാണിക്കുന്നു? എന്താ ഉറങ്ങുന്നേ? എടാ, എമി ജാക്സണും മൈക്കിൾ ജാക്സണും എന്തോ സോങ് ഉണ്ട് പോലും. ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് തയ്ച്ച് ഞാൻ ആ പടട്ടായടാ. എന്താ കാര്യം? ഡ്രസ് തയ്ച്ചാ നിങ്ങള്? അതൊക്കെ കഴിഞ്ഞ ആഴ്ച തയ്ച്ചടാ. കഴിഞ്ഞ ആഴ്ചയോ? ഇന്നലല്ലേ ഓർഡർ വന്നത്? ഉറക്കപ്പിച്ച് പറഞ്ഞാടാ, ഇനി അത് പിടിച്ച് ഞാനണ്ടാ. ഡ്രസ് സൂപ്പർ ആയിരിക്കുമല്ലോ അല്ലേ? അതിട്ട് കഴിയുമ്പോ തുളസി തന്നെ സൂപ്പർ ആയിരിക്കൂടാ. ഡ്രസ് എവിടെയുള്ളത്? അത് തിരുപ്പോണം, ഞാൻ തന്നെ ഇട്ടു. അത് അവള് തന്നെ ഇട്ടോളും. ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നു? നീ വന്നടാ.
എന്നെ പറ്റി അവളെന്തെങ്കിലും പറഞ്ഞോടാ? മിണ്ടാതിരുന്ന് പണിയെടുത്താ പോരെ? ചീ. മിണ്ടായിരുന്ന എങ്ങനെയാടാ പണിയാ? ഓ, ആ ഡ്രസ് ഇട്ടിട്ട് അവൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. എന്താ? നീ ഇങ്ങ് വാ. ഞാനകത്തോട്ട് പോട്ടെ? നീ വാ. ഇത് എനിക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. നല്ല തങ്കഭസ്മത്തിൽ പൊതിഞ്ഞെടുത്തതുപോലെയുണ്ട്. ഈ അടക്കം ഒതുക്കുവാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇതിട്ടുകൊണ്ട് നേരെ അമ്പലത്തിലേക്ക് പോകാനുണ്ടല്ലോ, 2 കൈയും കുപ്പി മുരുകൻ പോലും തൊഴുതു പോവും. എങ്ങനെ ഉണ്ടാ എന്റെ കൈരാശി? ഇത്ര ചെറുതായിട്ട് തയ്ച്ചിരിക്കുന്ന? ചെറുതാണെങ്കിൽ ചെറുതായിട്ടല്ലേ തയ്ക്കാൻ പറ്റൂ. അല്ല മോളെ, നീ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഏയ് കൈയെടുക്കാൻ മറക്കാൻ വേണ്ടിയാണോ തയ്ച്ചു വെച്ചാൽ? ഞാൻ കണ്ടില്ലേ എന്തൊരു തിളക്കമാണെന്ന്. ഒരു ഇഞ്ച് കൂടെ മുകളിലേക്ക് കയറ്റായിരുന്നു. പക്ഷെ നാട്ടുകാർ മുഴുവൻ കാണുമല്ലോ എന്ന് ഓർത്താ. ഇത് സിൻഡ്രല്ല ഗൗൺ അല്ല. സിൻഡ്രല്ല അല്ലെങ്കിൽ എന്താ? സിമ്പിൾ അല്ലേ? നല്ല കാറ്റ് കയറുന്നില്ലേ? പിന്നെന്താ? നിങ്ങളെ വിശ്വസിച്ചല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്? ഇത് നശിപ്പിച്ചില്ലേ? എടാ, ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോടാ ഇവളെ. നിങ്ങളെയാണോ ഞാൻ ദൈവം എന്ന് പറഞ്ഞത്? അല്ല മോളെ, ദൈവം എപ്പോഴും അളന്നല്ലേ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാനും അളന്നങ്ങ് തയ്ച്ചത്. എങ്ങനെയാ തയ്ച്ചിരിക്കുന്ന കണ്ടില്ലേ? ഈ ഡ്രസ്സിനെക്കാളും ഈ ഡ്രസ്സ് നല്ലത് കേട്ടോ. കാലായിരുന്നോ? മോളെ തുളസി, എടി ലൂസേ, നോക്കു വെച്ചാ നീയൊക്കെ ഫുൾ ഡ്രസ് ഇട്ടാ ഒരുത്തം പോലും തിരിഞ്ഞു നോക്കില്ല. എല്ലാരും ഇതുപോലത്തെ ഡ്രസ്സ് കണ്ടാ ശീലിച്ചു പോയത്. അല്ലടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്താടാ സങ്കടപ്പെട്ട് നടക്കുന്നേ? സോറി തുളസി, ഞാൻ കാരണമല്ലേ ഇങ്ങനെയായത്. സാരല്ല, അത് പോട്ടെ. നിനക്കെന്ത് ചെയ്യാൻ പറ്റും? തുളസി, നമുക്ക് ജീസസിനോട് ചോദിച്ചാലോ? ആരടുത്ത്? ഭഗവാനെ, എനിക്ക് സിൻഡ്രല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും ആ ഡ്രസ്സ് 3 മാസത്തേക്ക് ആരും വാങ്ങാതെ സൂക്ഷിക്കണേ, പ്ലീസ് ഭഗവാനെ. അതെ ജീസസ്, തുളസി പാവാ, അവളൊന്ന് സഹായിക്കണേ. എന്റെ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കൂ. അവന് ആക്സിഡന്റ് ആയത് കാരണം ഒരുപാട് രക്തം നഷ്ടപ്പെട്ടതാ. AB ഗ്രൂപ്പ് വളരെ റെയർ ആയതുകൊണ്ട് അവന് രക്തം കിട്ടുന്നേ ഇല്ല. രക്തം കിട്ടിയാലേ അവൻ രക്ഷപ്പെടൂ. പ്ലീസ്. വിഷമിക്കേണ്ട, തീർച്ചയായും ഞാൻ പ്രത്യേക പ്രാർത്ഥന നടത്താം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നന്ദിയുണ്ട് ഫാദർ. അഴലിൻ കാലം നിന്നെ കടന്നേ പോകും. അഴകായിരിയും പുലരി നിൻ മനമാകും. ഈറനായൊരു തൂമണ്ണിൽ പൂക്കൾ പൂത്തിടുമേ. ആനന്ദ ദീപങ്ങൾ നിന്നിറവാനിൽ. വീണേ വീണേ രാഗങ്ങൾ മൂളിയോ. വളരെ നന്ദിയുണ്ട് മോളെ. ഈ പൈസ എടുത്തോളൂ. അയ്യോ, എനിക്ക് ഇത്ര പൈസയൊന്നും വേണ്ട. ശരിക്കും രക്തം കൊടുത്താൽ പൈസ വാങ്ങിക്കാൻ പാടില്ല. എന്നാലും എനിക്കൊരു സ്വപ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. സാരമില്ല, ഇത് പിടിച്ചോളൂ. എന്തോ മോളെ ഇത്. താങ്ക്സ് ചേച്ചി. നിന്നോട് വരാനെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വന്നേ? എന്റെ കയ്യില് പൈസയുണ്ട്. പുതിയ നോട്ടാണല്ലോ. ഡ്രസ് വാങ്ങിക്കാൻ പോവാ. അകത്തോട്ട് കയറിയാട്ടെ, ചെല്ല്. ഇതാ നിങ്ങൾ ചോദിച്ച പൈസ. സിൻഡ്രല്ല ഡ്രസ് തരൂ. കൊള്ളാലോ, നീ ഇത് വാങ്ങൂലെന്നാ ഞാൻ വിചാരിച്ചേ. എന്നാലും ആഗ്രഹിച്ച കാര്യം സാധിച്ചല്ലോ. സംസാരിക്കാൻ നേരമില്ല, പെട്ടെന്ന് ഡ്രസ്സിംഗ് ഇതാ. എനിക്ക് മോളെ പാക്ക് ചെയ്യാൻ പറയട്ടെ. ഈ കൊച്ചിനാ ഡ്രസ് പാക്ക് ചെയ്ത് കൊടുത്തേ. പാക്ക് ചെയ്തോണ്ടിരിക്കുക. പണവും കൊണ്ടല്ലേ വന്നത്? ഭയങ്കര വാശിയുള്ള ഡ്രസ് ഞാൻ വാങ്ങി കണ്ടോ. ഒരു മിനിറ്റ്. സിഗരറ്റ് വലിക്കാൻ. സിഗരറ്റ് വലിക്കാൻ ടിപ്സോ? മോളെ, ഇതുവരെ എനിക്ക് ആരും ടിപ്സ് തന്നിട്ടില്ല മോളെ.
നീ ശരിക്കും മഹാറാണിയാ. ഇടയ്ക്കിടയ്ക്ക് വാ കേട്ടോ. ഓ ഗോഡ് മോം, ഐ ആം ലേറ്റ് ഫോർ ഡാൻസ് ക്ലാസ്. ഞാൻ പോയിട്ട് വരാം. ബൈ. ബൈ. ഹേയ് ഹേയ്, ഡാൻസ് ക്ലാസ്സിന് വരുന്നില്ലേ? ഇല്ല, എന്താ? ഞാനും റോബിനും മൂവിക്ക് പോവാ. നിനക്ക് മൂവിക്ക് പോവാൻ എന്റെ റോബിനെ കിട്ടിയല്ലോ. കൊല്ലും ഞാൻ. എന്തിനാടി എന്നെ അടിച്ചത്? നീ റോബിനെ ലവ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നിന്റെ റിയാക്ഷൻ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. നീ സീരിയസ് ആയല്ലേ? വെറുതെ പോലും പറയരുത്, കേട്ടല്ലോ? പൊടി പോ. ഒന്ന് ഇവളെ തട്ടേണ്ടതായിരുന്നു. മോം, What, baby? What is this? മോം, ഐ ലവ് റോബിൻ. Okay, fine. Just calm down and sit. Sit down. അതിരിക്കട്ടെ, റോബിൻ അത്രയും വലിയ മില്യനെയർ ആണോ? ഡാൻസും ക്ലാസ്സസ് ഒക്കെ ആയിട്ട് വെറുതെ ചുറ്റിക്കറങ്ങുന്നവനല്ലേ അവൻ? മോം, റോബിൻ ലവ് ടു ഡാൻസ്. അതവന്റെ പാഷനാണ് മോം. ശരി, ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ പ്രൊജക്ടിനെ പറ്റി സംസാരിച്ചോ? അവൻ ഇന്ത്യ വിട്ട് നാട്ടിലേക്ക് പോകുന്നതിനുള്ളിൽ ഇത് നീ തീർത്തിരിക്കണം. Yes, വെറുതെ mom. പ്രേമിച്ച് കളിച്ച് നടന്നത് മിസ് ചെയ്യാൻ പാടില്ല. അതോർത്ത് വിഷമിക്കണ്ട മോം, ഞാൻ നോക്കിക്കോളാം. ആരിഷോ? ഉറപ്പായിട്ടും.